ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള സോഷ്യൽ സയൻസിലെ 10ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്നും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. അത് നല്ലതായാലും ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാലും അല്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കമൻ്റ് ഇടുക. വെറുതെ നമ്മൾ സമയം ചിലവഴിച്ച് എടുക്കുന്ന ക്ലാസ്സുകളല്ലേ, അപ്പോൾ അതിലൊരു കമൻ്റ് ഇട്ട് എന്നതുകൊണ്ട് നമുക്കൊന്നും സംഭവിക്കത്തില്ല. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരിക. അപ്പോൾ നമ്മൾ 10ാമത്തെ ചാപ്റ്റർ വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഒരു ചിത്രത്തിൽ 3-4-5 കുട്ടികൾ നിന്നിട്ട് എന്ത് ചെയ്യുന്നു, ആകാശ കാഴ്ചകൾ, നമ്മളെ ചന്ദ്രനെ, അമ്പിളിമാമനെ ആസ്വദിച്ചിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. രാത്രിയിലെ ആകാശ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. അപ്പം നമുക്കെല്ലാവർക്കും രാത്രിയിലെ ആകാശം കാണാൻ അതിമനോഹരമാണ്. അപ്പം രാത്രിയിലെ മനോഹരമായ ആകാശ കാഴ്ചകൾ പകൽ നമുക്ക് ദൃശ്യമാകാത്തത് എന്തുകൊണ്ടാണ്? അപ്പം അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? സൂര്യൻ്റെ സാന്നിധ്യമാണല്ലേ. അപ്പോൾ പകൽ സമയത്ത് എന്തുണ്ട്? സൂര്യനുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് കാണാൻ കഴിയാത്തത്? രാത്രിയിലെ പോലുള്ള ആകാശ കാഴ്ചകൾ കാണാൻ സാധിക്കാത്തത്. അപ്പോൾ സൂര്യൻ ഒരു നക്ഷത്രമാണ്. അപ്പം നമുക്കറിയാം സൂര്യൻ എന്താണെന്ന് നമുക്കറിയാം. ഇത് 5ാം ക്ലാസ്സിലെ ലെവലിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും ആ ഒരു രീതിയിൽ തന്നെ ക്ലാസ്സുകളൊക്കെ കാണുക. അപ്പോൾ നമ്മൾ പറഞ്ഞു സൂര്യൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു നക്ഷത്രമാണ്. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? സൂര്യനാണ്. അപ്പോൾ ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് സൂര്യൻ. സൂര്യനേക്കാൾ വലിപ്പമുള്ള മറ്റനേകം നക്ഷത്രങ്ങളുണ്ട്. അപ്പോൾ സൂര്യനേക്കാൾ വലിപ്പമുള്ള അനേകം നക്ഷത്രങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ വളരെ ചെറുതായി കാണുന്നില്ലേ? അപ്പോൾ നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കിയാൽ എന്താണ്, നമ്മൾ നക്ഷത്രങ്ങളെയൊക്കെ വളരെ ചെറുത്, ഒരു പൊട്ടുമണിയുടെ അത്രയേ ഉണ്ടാവത്തുള്ളൂ. ആ രീതിയിലാണ് നമ്മൾ നക്ഷത്രങ്ങളെ കാണുന്നത്. ഭൂമിയിൽ നിന്ന് വളരെ അകലെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് നക്ഷത്രങ്ങൾ ചെറുതായി കാണപ്പെടുന്നത്. അപ്പം നക്ഷത്രങ്ങൾ ചെറുതായി കാണപ്പെടുന്നു. കാരണം എന്ത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയും. എന്താണ്? ഭൂമിയിൽ നിന്ന് വളരെ അകലെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് നക്ഷത്രങ്ങൾ ചെറുതായി കാണപ്പെടുന്നത്. സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. അപ്പം നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളെയാണ് നമ്മൾ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. നക്ഷത്രങ്ങൾ വലിയ അളവിൽ താപവും പ്രകാശവും പുറത്തുവിടുന്നു. അപ്പം നക്ഷത്രങ്ങളുടെ പ്രത്യേകത എന്താണ്? വലിയ അളവിൽ താപവും പ്രകാശവും പുറത്തുവിടുന്നവയാണ് നക്ഷത്രങ്ങൾ. ഉദാഹരണം നമുക്ക് സൂര്യൻ്റെ കാര്യം ആലോചിച്ചാൽ തന്നെ അറിയാം. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്ര കൂട്ടങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗാലക്സികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്നല്ലോ, ഇതാണ് നമ്മുടെ ഗാലക്സി എന്ന് പറയുന്നത്. ഇനി നക്ഷത്രങ്ങൾ മിന്നുന്നത് എന്തുകൊണ്ട്? അപ്പം എന്തുകൊണ്ടായി നക്ഷത്രങ്ങളൊക്കെ മിന്നുന്നത്? നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായി ദിശാവ്യതിയാനത്തിന് വിധേയമാകുന്നു. അതുകൊണ്ടാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്നതായി നമുക്ക് തോന്നുന്നത്. അപ്പം നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? നക്ഷത്രങ്ങൾ മിന്നുന്നു. അതിന് കാരണം എന്താണ്? നക്ഷത്രങ്ങൾ ഇങ്ങനെ നേർരേഖയിൽ വരുന്ന പ്രകാശം സഞ്ചരിക്കുന്നത് നേർരേഖയിലാണ് എന്ന് നമുക്കറിയാം. അപ്പം ഈ നേർരേഖയിൽ വരുന്ന പ്രകാശം എന്ത് ചെയ്യുന്നു? അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ കടന്നു വരുമ്പോൾ നിരന്തരമായി വ്യത്യാസം അല്ലെങ്കിൽ ദിശാവ്യതിയാനത്തിന് വിധേയമാകുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ എന്ത് ചെയ്യുന്നത്? മിന്നുന്നതായി നമുക്ക് തോന്നുന്നത്. സൂര്യനെ കേന്ദ്രമാക്കി ചില ആകാശഗോളങ്ങൾ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൂര്യനെ കേന്ദ്രമാക്കിയിട്ട് എന്ത് ചെയ്യുന്നു? ചില ആകാശഗോളങ്ങൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു. സൂര്യനും ഈ ആകാശഗോളങ്ങളും ഉൾപ്പെടുന്ന ഒരു ചിത്രം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം അതാണ് നമ്മുടെ ഈ ആകാശഗോളങ്ങളും സൂര്യനും എന്ന് പറയുന്നത്. അപ്പം എന്തൊക്കെയാണ് സൂര്യനെ ചുറ്റുന്ന ആകാശഗോളങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്ക് ചിത്രത്തിൽ കണ്ടു പറയാം. ഏതൊക്കെയുണ്ട്? ഗ്രഹങ്ങളുണ്ട്, അതുപോലെ തന്നെ ക്ഷുദ്രഗ്രഹങ്ങളുണ്ട്, അതുപോലെ ഉപഗ്രഹങ്ങളുണ്ട്, കുള്ളൻ ഗ്രഹങ്ങളുണ്ട്. അങ്ങനെ
വാൽ നക്ഷത്രങ്ങളുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യുന്നു? ചന്ദ്രൻ ഇങ്ങനെ ഇവയെല്ലാം ആരെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്? നമ്മുടെ സൂര്യനെ ചുറ്റിക്കറങ്ങുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ക്ഷുദ്രഗ്രഹങ്ങളും ഒക്കെയാണ്. അപ്പോൾ ചിത്രത്തിൽ സൂര്യനെ കൂടാതെ മറ്റേതെല്ലാം ആകാശഗോളങ്ങൾ കാണപ്പെടുന്നു എന്നാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി നാം അധിവസിക്കുന്ന ആകാശഗോളം ഇതിലേതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതാണ്? ഭൂമിയിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പം നമ്മൾ അധിവസിക്കുന്നത് ഭൂമിയിലാണ്. ഭൂമി എന്ന് പറയുന്നത് ഒരു ഗ്രഹമാണ്. അപ്പോൾ എന്താണ് ഗ്രഹങ്ങളെന്ന് ചോദിച്ചാൽ സ്വയം കറങ്ങുകയും സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. അപ്പം ഗ്രഹങ്ങളുടെ പ്രത്യേകത ചോദിച്ചാൽ നമുക്കറിയാം എന്താ? സ്വയം കറങ്ങുന്നു, അതുപോലെ വലം വയ്ക്കുന്നു, സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഗ്രഹങ്ങൾക്ക് ചൂടോ പ്രകാശമോ സ്വയം പുറപ്പെടുവിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ ഗ്രഹങ്ങളുടെ പ്രത്യേകത എന്താണ്? ഗ്രഹങ്ങൾക്ക് ചൂടോ പ്രകാശമോ സ്വയം പുറപ്പെടുവിക്കാൻ കഴിയില്ല. പിന്നെ എവിടെ നിന്നാണ് കിട്ടുന്നത്? സൂര്യനിൽ നിന്നാണ് ഗ്രഹങ്ങൾക്ക് ചൂടും പ്രകാശവും ലഭിക്കുന്നത്. അപ്പോൾ സൂര്യനിൽ നിന്നാണ് എന്ത് കിട്ടുന്നത്? ഗ്രഹങ്ങൾക്ക് ചൂടും പ്രകാശവും ലഭിക്കുന്നത്. സൂര്യനെ വലം വയ്ക്കുന്ന ഗ്രഹങ്ങൾ ഏതെല്ലാം എന്നും അവ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ എന്തെല്ലാമെന്നും താഴെ പട്ടികയിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇനി നമ്മൾ പറയുന്നത്. അപ്പോൾ സൂര്യനെ വലം വയ്ക്കുന്ന ഓരോ ഗ്രഹങ്ങളും ആണ് നമ്മൾ പറയുന്നത്. ആ ഗ്രഹങ്ങൾ അതുപോലെ അതിൻ്റെ സവിശേഷതകൾ ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാമത്തെ ഗ്രഹമാണ് ബുധൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് പ്രത്യേകത? സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ. അപ്പോൾ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം അത് ബുധനാണ്. അടുത്ത രണ്ടാമത്തെ ഗ്രഹമാണ് ശുക്രൻ. പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നു, പ്രദോഷ നക്ഷത്രം എന്നറിയപ്പെടുന്നു. ഈ ഒരു സവിശേഷതയുള്ള ഗ്രഹമാണ് ഏത്? നമ്മുടെ ശുക്രൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഗ്രഹം ഏതാണ്? ഭൂമിയാണ്. ഭൂമിയുടെ പ്രത്യേകത എന്താണ്? ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം ഏത് മാത്രമാണ്? ഭൂമി മാത്രമാണ്. ഇനി നമ്മൾ ചൊവ്വയിലേക്ക് വന്നാൽ ചൊവ്വയെ അറിയപ്പെടുന്നത് ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ചൊവ്വ. ഇനി എന്താണ്? ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം എന്ന് പറയുന്നത്. ഇനി ശനി എന്ന് പറഞ്ഞാൽ വലിപ്പത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ഗ്രഹമാണ് ശനി. ഏറ്റവും തണുപ്പുള്ള ഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഏതാണ്? ഏറ്റവും തണുപ്പുള്ള ഗ്രഹമാണ് യുറാനസ്. അതുപോലെ സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ ഏതെന്ന് പറയാം? നെപ്റ്റ്യൂൺ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രഹങ്ങളും അവയുടെ സവിശേഷതകളും. സൂര്യനെയും അതിനെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളുടെയും ചിത്രങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി ഗ്രഹങ്ങൾ മാത്രമാണോ സൂര്യനെ വലം വയ്ക്കുന്നത്? അല്ല. ഗ്രഹങ്ങളെ കൂടാതെ ആരൊക്കെ സൂര്യനെ വലം വയ്ക്കുന്നുണ്ട്? ഗ്രഹങ്ങളെ കൂടാതെ കുള്ളൻ ഗ്രഹങ്ങളെയും ക്ഷുദ്രഗ്രഹങ്ങളും ഒക്കെ ആരെ വലം വയ്ക്കാറുണ്ട്? നമ്മുടെ സൂര്യനെ വലം വയ്ക്കാറുണ്ട്. സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങൾ, അവയുടെ ഉപഗ്രഹങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, ഉൽക്കകൾ, വാൽ നക്ഷത്രങ്ങൾ എന്നിവ ചേർന്നതാണ് സൗരയുധം എന്ന് പറയുന്നത്. അപ്പോൾ സൗരയുധത്തിൻ്റെ കേന്ദ്രം ആരാണ്? സൗരയുധത്തിൻ്റെ സെൻറ്റർ അല്ലെങ്കിൽ കേന്ദ്രം ആരെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും സൂര്യനാണ് സൗരയുധത്തിൻ്റെ കേന്ദ്രം. അപ്പോൾ സൗരയുധം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഇവരെല്ലാവരും കൂടി ചേർന്നതാണ് സൗരയുധം എന്ന് പറയുന്നത്. സൗരയുധത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് ലോകത്തോട് പറഞ്ഞത് നിക്കോളാസ് കോപ്പർനിക്കസ് ആണ്. അപ്പോൾ സൗരയുധത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ആരാണ്? നിക്കോളാസ് കോപ്പർനിക്കസ് ആണ്. ഇദ്ദേഹം പോളണ്ടുകാരനായ ഒരു വാനശാസ്ത്രജ്ഞനായിരുന്നു. അപ്പോൾ നിക്കോളാസ് കോപ്പർനിക്കസ് ഏത് രാജ്യക്കാരനാണ്? പോളണ്ടുകാരനാണ്. അദ്ദേഹമാണ് സൗരയുധത്തിൻ്റെ കേന്ദ്രം എന്തെന്ന് കണ്ടുപിടിച്ചത്? സൂര്യനാണ് എന്ന് കണ്ടുപിടിച്ചത്. അതുവരെയും സൗരയുധത്തിൻ്റെ കേന്ദ്രം എന്താണ്? നമ്മുടെ ഭൂമിയാണെന്നൊക്കെയായിരുന്നു വിശ്വാസം. ഓക്കെ, അടുത്ത് നമ്മൾ പറയുന്നത് സൗരയുധം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്ഷീരപഥം അല്ലെങ്കിൽ ആകാശഗംഗ അഥവാ മിൽക്കി വേ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സൗരയുധം ഉൾപ്പെടുന്ന ഗാലക്സി ഏതാണ്? ക്ഷീരപഥം അഥവാ ആകാശഗംഗ, അതല്ലെങ്കിൽ മിൽക്കി വേ. ഇതിൽ കോടാനുകൂടി നക്ഷത്രങ്ങളുണ്ട്. അപ്പോൾ മിൽക്കി വേ അല്ലെങ്കിൽ ആകാശഗംഗയുടെ പ്രത്യേകത എന്താണ്? കോടാനുകൂടി നക്ഷത്രങ്ങളാണ് നമ്മുടെ സൗരയുധത്തിൽ ഉൾപ്പെടുന്നത് അല്ലെങ്കിൽ ക്ഷീരപഥത്തിൽ ഉൾപ്പെടുന്നത്. ഇത്തരത്തിലുള്ള കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ എന്താണ് ഈ സൗരയുധം ഉൾപ്പെടുന്ന കോടിക്കണക്കിന്
നക്ഷത്രങ്ങൾ എവിടെയുണ്ട്? നമ്മുടെ ഗാലക്സിയിലുണ്ട് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ക്ഷീരപഥത്തിലുണ്ടെന്ന് പറഞ്ഞു. ഇത്തരത്തിലുള്ള കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് എന്ത്? നമ്മുടെ പ്രപഞ്ചം എന്ന് പറയുന്നത്. ഇനി എന്താണ് വാൽ നക്ഷത്രങ്ങളെന്ന് നോക്കാം. അപ്പോൾ സൗരയുധത്തിൽ അപൂർവമായി എത്തുന്ന വിരുന്നുകാരാണ് വാൽ നക്ഷത്രങ്ങൾ. അപ്പോൾ വാൽ നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴൊന്നും കാണാൻ പറ്റത്തില്ല. ഈ സൗരയുധത്തിൽ അപൂർവമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് എന്ത്? വാൽ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് കൊമറ്റ്സ് അല്ലെങ്കിൽ ധൂമകേതുക്കൾ എന്ന് പറയും. അപ്പോൾ ധൂമകേതുക്കൾ അല്ലെങ്കിൽ കൊമറ്റ്സ് അല്ലെങ്കിൽ വാൽ നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സൗരയുധത്തിൽ അപൂർവമായി എത്തുന്ന വിരുന്നുകാരെയാണ് നമ്മൾ വാൽ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. പാറ, പൊടി, ഹിമം എന്നിവ ചേർന്നാണ് വാൽ നക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത്. അപ്പോൾ വാൽ നക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത് എന്തൊക്കെ ചേർന്നിട്ടാണ്? പാറയുണ്ട്, അതുപോലെ പൊടിപടലങ്ങളുണ്ട്, ഹിമം എന്നിവ ചേർന്നാണ് വാൽ നക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത്. സൂര്യനോടടുക്കുമ്പോൾ ഇവയുടെ വാൽ സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്നു. അപ്പോൾ അതാണ് നമുക്ക് എന്താണ് വാൽ നക്ഷത്രങ്ങൾ എന്താണ് കത്തുന്നു എന്ന് നമുക്ക് തോന്നാൻ കാരണം എന്താണ്? സൂര്യപ്രകാശം അടിക്കുമ്പോൾ ഇതിൻ്റെ വാൽ എന്ത് ചെയ്യും? സൂര്യനോടടുക്കുമ്പോൾ ഇതിൻ്റെ വാലിൽ സൂര്യപ്രകാശം അടിക്കുക, അപ്പോൾ അത് തിളങ്ങും. അതുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത് വാൽ നക്ഷത്രങ്ങൾ എന്ത് ചെയ്യുന്നു? തിളങ്ങുന്നു എന്ന് തോന്നുന്നത്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ക്ഷുദ്രഗ്രഹങ്ങളെ കുറിച്ചാണ്. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലായി കാണപ്പെടുന്ന ചെറുഗ്രഹങ്ങൾ പോലുള്ള ശിലാകഷ്ണങ്ങളെയാണ് നമ്മൾ ക്ഷുദ്രഗ്രഹങ്ങൾ അഥവാ അസ്ട്രോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ അസ്ട്രോയിഡ് അല്ലെങ്കിൽ ക്ഷുദ്രഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഏത് ഭാഗത്താണ് കാണപ്പെടുന്നത്? എവിടെയാണ് കാണപ്പെടുന്നത്? ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലായിട്ടാണ് ക്ഷുദ്രഗ്രഹങ്ങൾ കാണപ്പെടുന്നത്. ഇതെന്താണ്? ചെറുഗ്രഹങ്ങൾ പോലുള്ള ശിലാകഷ്ണങ്ങളാണ് ഏത്? ഈ ക്ഷുദ്രഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കുള്ളൻ ഗ്രഹങ്ങളെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ സൗരയുധത്തിൽ സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഗോളാകൃതിയിലുള്ളതുമായ വസ്തുക്കളെയാണ് കുള്ളൻ ഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഡോർഫ് പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ് നമ്മൾ കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഇരിക്കും. ഇതിനെ നമ്മുടെ ഗ്രഹങ്ങളെക്കാൾ ചെറുതാണ് കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. സൗരയുധത്തിൽ ഇതെന്താണ്? സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാൾ ചെറുതാണ്. ഇനി ഇതിൻ്റെ ആകൃതി എന്താണ്? കുള്ളൻ ഗ്രഹങ്ങൾ ഗോളാകൃതിയിലുള്ളതാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മുടെ കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഉൽക്കകളാണ്. ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നും മറ്റും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുന്ന ശിലാകഷ്ണങ്ങളെയാണ് ഉൽക്കകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഉൽക്കകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നും മറ്റും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുന്ന ശിലാകഷ്ണങ്ങളെയാണ് നമ്മൾ ഉൽക്കകൾ എന്ന് പറയുന്നത്. ഇനി രാത്രി സമയങ്ങളിൽ ഇവ അതിവേഗം സഞ്ചരിക്കുന്ന തീപ്പൊരികളായ ആകാശത്ത് കാണപ്പെടുന്നു. അപ്പോൾ ഉൽക്കകളുടെ പ്രത്യേകത രാത്രി കാലങ്ങളിൽ തീപ്പൊരികളായിട്ട് അതിവേഗം സഞ്ചരിക്കുന്ന തീപ്പൊരികളായിട്ട് ആകാശത്ത് കാണപ്പെടുന്ന വസ്തുക്കളാണ് എന്ത്? ഉൽക്കകൾ എന്ന് പറയുന്നത്. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ഇവ എന്ത് ചെയ്യും? ഈ ഉൽക്കകൾ കത്തിത്തീരുകയും ചെയ്യും. കത്തിത്തീരുന്നു. പ്രാദേശികമായി ഇവയെ നമ്മൾ കൊള്ളിമീനുകൾ എന്ന് അറിയപ്പെടുന്നു. അപ്പം നമ്മൾ കൊള്ളിമീനുകൾ എന്ന് പറയുന്നത് എന്താണ്? ഉൽക്കകളെയാണ് കൊള്ളിമീനുകൾ. പ്രാദേശികമായിട്ടുള്ള പേരാണ് കൊള്ളിമീനുകൾ. അപ്പോൾ ഇതാണ് എന്ത്? നമ്മുടെ ഉൽക്കകൾ എന്ന് പറയുന്നത്. ഗ്രഹങ്ങൾക്ക് ചുറ്റും നിശ്ചിത സഞ്ചാരപഥത്തിലൂടെ വലം വച്ചുകൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ അഥവാ സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത്. ഭൂമിയുടെ ഏക ഉപഗ്രഹം എന്ന് പറയുന്നത് ആരാണ്? ചന്ദ്രനാണ്. അപ്പോൾ ഗ്രഹങ്ങൾക്ക് ചുറ്റും നിശ്ചിത സഞ്ചാരപാതയുണ്ട്. അപ്പോൾ അതിലൂടെ വലം വച്ച് കൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് നക്ഷത്രമാസത്തെക്കുറിച്ചാണ്. അപ്പോൾ ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലം വയ്ക്കാൻ എത്ര ദിവസം വേണം? ഏകദേശം 27.3 ദിവസം വേണ്ടി വരുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒരു നക്ഷത്രമാസം എന്ന് പറയുന്നത്. അപ്പോൾ നക്ഷത്രമാസം എന്ന് പറഞ്ഞാൽ ഭൂമിയെ ഒരു തവണ വലം വയ്ക്കാൻ ചന്ദ്രൻ എടുക്കുന്ന സമയം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നക്ഷത്രമാസം എന്ന് പറയുന്നത്. ഒരു നക്ഷത്രമാസം എന്ന് പറയുന്നത് എത്രയാണ്? 27.3 ദിവസമാണ്. ഇനി സൗരയുധത്തിൻ്റെ ചിത്രത്തിൽ ഗ്രഹങ്ങളുടെ സഞ്ചാരപാതയാണ് ഈ തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഓരോന്നും എന്ത് ചെയ്യുക?
നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ കറക്റ്റ് മനസ്സിലാവും. സൂര്യനെ ചുറ്റിയുള്ള ആകാശഗോളങ്ങളുടെ സഞ്ചാരപാതയാണ് അവയുടെ ഭ്രമണപഥം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓർബിറ്റ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇതാണ് ഓർബിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഓർബിറ്റലിൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത്. ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെയാണ് ഗ്രഹങ്ങൾ സൂര്യനെ ബലം വയ്ക്കുന്നത്. അപ്പം ദീർഘവൃത്താകൃതിയാണ് ഈ ഓർബിറ്റലുകളുടെ ആകൃതി എന്ന് പറയുന്നത്. ഗ്രഹങ്ങളെ അവയുടെ നിശ്ചിത ഭ്രമണപഥത്തിൽ കൂടി സഞ്ചരിക്കാൻ സഹായിക്കുന്നത് ഗ്രഹങ്ങളും സൂര്യനും തമ്മിലുള്ള ആകർഷണ ബലമാണ്. അപ്പോൾ ഒരു നിശ്ചിത ഭ്രമണപഥത്തിലൂടെ ഗ്രഹങ്ങൾ, ആ ഓർബിറ്റിലൂടെ ഗ്രഹങ്ങൾ സഞ്ചരിക്കണമെങ്കിൽ ഗ്രഹങ്ങളും സൂര്യനും തമ്മിൽ എന്തുണ്ട്, ഒരു ആകർഷണ വലയമുണ്ട്. അപ്പോൾ ആ ആകർഷണ വലയത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഗ്രഹങ്ങൾ എന്ത് ചെയ്യുന്നത്, ഒരു നിശ്ചിത ഭ്രമണപഥത്തിൽ കൂടി സഞ്ചരിക്കുന്നത്. ഇനി ഗ്രഹങ്ങളും സൂര്യനും തമ്മിലുള്ള ആകർഷണ ബലമാണ് അതിന് കാരണമെന്നും നമ്മൾ പറഞ്ഞു. സൂര്യനെ വലം വയ്ക്കുന്നതോടൊപ്പം ഗ്രഹങ്ങളെല്ലാം അവയുടെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ ഗ്രഹങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രഹങ്ങൾ സൂര്യനെ വലം വയ്ക്കുന്നു, ഒപ്പം എന്ത് ചെയ്യുന്നു, ഒരു സാങ്കല്പിക അച്ചുതണ്ടുണ്ട് അതിനെ, ആ സാങ്കല്പിക അച്ചുതണ്ടിലൂടെ എന്ത് ചെയ്യുന്നു, സ്വയം കറങ്ങുകയും ചെയ്യുന്നു. അത്തരം ഇവയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗ്രഹങ്ങളെന്ന് പറയുന്നത്. ഇനി ബഹിരാകാശ സഞ്ചാരിയായ സുനിത വില്യംസ് ഭൂമിയെ കുറിച്ച് പറഞ്ഞതാണ് നമ്മളിവിടെ തന്നിരിക്കുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു കൊട്ടേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ സുനിത വില്യംസിൻ്റെ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചേ. ഭൂമി ഏറെ മനോഹരവും ആശ്ചര്യജനകവുമായി തോന്നി. അപ്പോൾ ഇവർ നമുക്കറിയാം ബഹിരാകാശത്ത് ചെന്ന് നിന്നിട്ട് ഭൂമിയെ നോക്കി. അപ്പോൾ നോക്കിയപ്പോൾ എങ്ങനെയാ, ഭൂമി ഏറെ മനോഹരവും ആശ്ചര്യജനകവുമായി തോന്നി. ബഹിരാകാശ നിലയത്തിൻ്റെ ജനാലയിലൂടെ മണിക്കൂറുകളോളം ഞങ്ങൾക്കത് നോക്കിക്കാണാനായി. അപ്പോൾ ബഹിരാകാശ നിലയത്തിൻ്റെ ജനാലയിലൂടെ ഇവരത് എന്ത് ചെയ്തു, മണിക്കൂറുകളോളം ഇങ്ങനെ ഭൂമിയുടെ ആ ഒരു സൗന്ദര്യം ആസ്വദിച്ചു. ഭൂമിയുടെ ഗോളാകൃതി ഞങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞു എന്നാണ് ആര് പറഞ്ഞത്, നമ്മുടെ സുനിത വില്യംസ് പറഞ്ഞ വാക്കുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇത് തന്നിട്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നിട്ട് ഇത് ആരുടെ വാക്കുകളാണ് എന്നൊക്കെ ചോദിക്കാം. ഇനി ബഹിരാകാശം എന്താണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു ജ്യോതിർഗോളത്തിൻ്റെ അന്തരീക്ഷ പരിധിക്കപ്പുറമുള്ള മേഖലയാണ് ബഹിരാകാശം എന്ന് പറയുന്നത്. അപ്പോൾ ബഹിരാകാശം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഒരു ജ്യോതിർഗോളത്തിൻ്റെ ഒരു ജ്യോതിർഗോളത്തിൻ്റെ അന്തരീക്ഷ പരിധിക്കപ്പുറമുള്ള മേഖലയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബഹിരാകാശം എന്ന് പറയുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തങ്ങളായ പഠനങ്ങൾക്കായും പര്യവേഷണത്തിനായും ബഹിരാകാശത്ത് വിദഗ്ധരെ അയക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ചൈന, അതുപോലെ അമേരിക്ക, റഷ്യ, ജപ്പാൻ എന്നിവിടങ്ങളിലൊക്കെ, ഇന്ത്യ, ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ബഹിരാകാശ പഠനത്തിന് വേണ്ടിയിട്ട് വിദഗ്ധരെ എങ്ങോട്ട് അയക്കാറുണ്ട്, ബഹിരാകാശത്തിലേക്ക് അയക്കാറുണ്ട്. സൗരയൂഥത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഏക ഗ്രഹമാണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ ഭൂമി എന്ന് പറയുന്നത്. ഭൂമിക്ക് സവിശേഷമായ ഒരു ഗോളാകൃതിയാണുള്ളത്. അപ്പോൾ ഭൂമിയുടെ ആകൃതി എന്താണ്, ഗോളാകൃതിയാണ്. അപ്പോൾ അത് നമുക്കറിയാം. ഭൂമിയുടെ ആകൃതി എന്ന് പറയുന്നത് ജിയോയിഡ്, കറക്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ ജിയോയിഡ് ആകൃതിയാണ് നമ്മുടെ ഭൂമിക്കുള്ളത്. ധ്രുവങ്ങൾ അല്പം പരന്നതും ഭൂമധ്യരേഖാഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണിത്. അപ്പോൾ ഭൂമിയുടെ ഗോളാകൃതി എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള ഗോളാകൃതിയാണ്, ധ്രുവങ്ങൾ അല്പം പരന്നതാണ്, അതുപോലെ ഭൂമധ്യരേഖാഭാഗം ചെറുതായി വീർത്തതുമാണ് നമ്മുടെ ഗോളാകൃതിയായിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. അപ്പോൾ ഈ ആകൃതിക്ക് പറയുന്ന പേരെന്താണ്, ജിയോയിഡ്. അപ്പോൾ ഭൂമിയുടെ ആകൃതി ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും, ജിയോയിഡ് ആണ് ഭൂമിയുടെ ആകൃതി. ജിയോയിഡ് എന്ന പദത്തിന് ഭൂമിയുടെ ആകൃതി എന്നാണ് അർത്ഥം. അപ്പോൾ ജിയോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഭൂമിയുടെ ആകൃതി എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ പറഞ്ഞു ധ്രുവങ്ങൾ അല്പം പരന്നതും ഭൂമധ്യരേഖാ ഭാഗം എങ്ങനെയാണ്, ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയുള്ളതാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത്.
ഭൗതിക ശാസ്ത്രജ്ഞനായ ആര്യഭടൻ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നുവെന്നും വിശ്വസിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ ഭാരതീയ ശാസ്ത്രജ്ഞനായിരുന്നു ആര്യഭട്ടൻ. ഇദ്ദേഹം പറഞ്ഞു ഭൂമിക്ക് ഗോളാകൃതിയാണ്. അതെന്ത് ചെയ്യുന്നു? സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നുവെന്നും വിശ്വസിച്ചിരുന്ന ശാസ്ത്രജ്ഞനാണ് ആര്യഭട്ടൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗ്രീക്ക് തത്വചിന്തകരായ തെയിൽസ്, പൈതഗോറസ്, അരിസ്റ്റോട്ടിൽ എന്നിവരും ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് വിശ്വസിച്ചിരുന്നു. അപ്പോൾ ആര്യഭട്ടനെ പോലെ ഭൂമിക്ക് ഗോളാകൃതിയാണ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞന്മാർ ആരൊക്കെയായിരുന്നു? നമ്മുടെ തെയിൽസ്, ഗ്രീക്ക് തത്വചിന്തകനായ തെയിൽസ്, പൈതഗോറസ്, അരിസ്റ്റോട്ടിൽ എന്നിവരും എന്ത് ചെയ്തു? നമ്മുടെ ഭൂമിക്ക് ഏത് ആകൃതിയാന്ന് പറഞ്ഞു? ഗോളാകൃതിയാണ് എന്ന് വിശ്വസിച്ചവരായിരുന്നു. പിൽക്കാലത്ത് മഗല്ലൻ എന്ന നാവികന്റെ ലോകം ചുറ്റിയുള്ള കപ്പൽ യാത്ര ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചു. അപ്പോൾ ഭൂമി ഉരുണ്ടതാണ് എന്ന് തെളിയിച്ചത് ആരുടെ യാത്രയാണ്? നമ്മുടെ മഗല്ലന്റെ യാത്രയാണ് എന്ത് ചെയ്തത്? ഭൂമി ഉരുണ്ടതാണ് എന്ന് തെളിയിച്ചത്. ഇനി ബഹിരാകാശത്ത് നിന്നെടുത്ത നമ്മുടെ ഭൂമിയുടെ ചിത്രങ്ങൾ കണ്ടോ? ഇതാണ് ബഹിരാകാശത്ത് നിന്നെടുത്ത ഭൂമിയുടെ ചിത്രങ്ങളാണ്. ബഹിരാകാശത്ത് നിന്നെടുത്ത ഭൂമിയുടെ ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ. ഈ ചിത്രങ്ങൾ ഭൂമി ഒരു നീലഗോളമായല്ലേ കാണപ്പെടുന്നത്? ശരിയാണല്ലേ? അപ്പോൾ ബഹിരാകാശത്ത് നിന്ന് ഭൂമിയെ നോക്കിക്കഴിഞ്ഞാൽ ഭൂമി എന്തായിട്ടാണ് കാണപ്പെടുന്നത്? ഒരു നീല ഗോളമായിട്ടാണ് നമ്മുടെ ഭൂമി കാണപ്പെടുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ? നമുക്കറിയാം ഭൂമിയുടെ മാതൃകയായ ഗ്ലോബിൽ ഏത് നിറമാണ് കൂടുതൽ കാണപ്പെടുന്നത്? അപ്പോൾ ഭൂമിയുടെ മാതൃകയായ ഗ്ലോബിൽ കാണപ്പെടുന്ന നിറം എന്താണ്? ഏത് നിറമാണ് കൂടുതൽ കാണപ്പെടുന്നത്? നമുക്കതറിയാം. എന്താണ്? ജലമാണ്. അതിന് കാരണം ഏതാണ്? നീല നിറമാണ്. ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ ഏകദേശം 71% ജലമായതിനാലാണ് ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമി ഒരു നീലഗോളമായി കാണപ്പെടുന്നത്. അപ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ എത്ര ഭാഗമാണ് ജലമുള്ളത്? ഏകദേശം 71% എന്തുണ്ട്? നമ്മൾ ജലം ഉണ്ട്. അതുകൊണ്ടാണ് ഭൂമിയുടെ ഉപരിതലം, അതായത് നമ്മുടെ ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമിയുടെ ഉപരിതലം എങ്ങനെയാണ് കാണപ്പെടുന്നത്? ഭൂമി ഒരു നീലഗോളമായിട്ട് കാണപ്പെടുന്നത്. ഭൂമിയുടെ അന്തരീക്ഷമാണ് ഇതര ഗ്രഹങ്ങളിൽ നിന്നും ഭൂമിയെ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു സവിശേഷത. അപ്പോൾ മറ്റ് ഗ്രഹങ്ങളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഭൂമിയെ വ്യത്യസ്തമാക്കുന്നത് ഭൂമിയുടെ അന്തരീക്ഷം തന്നെയാണ്. ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിൻ്റെ പുതപ്പാണ് അന്തരീക്ഷം. അപ്പോൾ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിൻ്റെ പുതപ്പാണ് അന്തരീക്ഷം എന്ന് പറയുന്നത്. വാതകങ്ങൾ, പൊടിപടലങ്ങൾ, ജലാംശം എന്നിവ അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പം അന്തരീക്ഷത്തിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളാണ് വാതകങ്ങൾ, അതുപോലെ പൊടിപടലങ്ങൾ, ജലാംശം എന്നിവ അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഭൂമിയിൽ ചൂടിനെയും തണുപ്പിനെയും ക്രമീകരിച്ച് ജീവൻ നിലനിർത്തുന്നതിൽ അന്തരീക്ഷം നിർണായക പങ്ക് വഹിക്കുന്നു. അപ്പോൾ നമ്മുടെ ഭൂമിയെ പൊതിഞ്ഞ അന്തരീക്ഷം നിലനിൽക്കുന്നതിനുള്ള കാരണം എന്ത് എന്നും ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഭൂമിയുടെ ചലനങ്ങളെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ഒരു അച്ഛനും മകനുമായിട്ടുള്ള സംഭാഷണമാണ്. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അച്ഛാ, ഞാനിപ്പോൾ അത്താഴം കഴിച്ചതേ ഉള്ളൂ, ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. മോന് സുഖമല്ലേ? ഞങ്ങൾ ഇവിടെ പ്രഭാത ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ഭൂമിയുടെ ചലനം നമ്മൾ ശ്രദ്ധിച്ചില്ലേ? ഈ സംഭാഷണം ശ്രദ്ധിക്കൂ. അപ്പോൾ കാനഡയിൽ ജോലി ചെയ്യുന്ന ജിനു ഇന്ത്യയിലുള്ള മാതാപിതാക്കളുമായി വീഡിയോ കോളിൽ ഏർപ്പെട്ടിരിക്കുന്നതായി നമുക്ക് കാണാം. ഇനി ജിനു താമസിക്കുന്നതും മാതാപിതാക്കൾ താമസിക്കുന്നതും ഭൂമിയിലെ വ്യത്യസ്ത സ്ഥലങ്ങളിലാണ്. അപ്പോൾ നമ്മുടെ കാനഡയുടെയും ഇന്ത്യയുടെയും സ്ഥാനം നമുക്കറിയാം അല്ലേ? അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ രണ്ട് സ്ഥലങ്ങളിൽ ഒരിടത്ത് പകലും മറ്റൊരിടത്ത് രാത്രിയുമായിരിക്കുന്നത്? അതിന് കാരണം എന്ത് തന്നെയാണ്? ഭൂമിയുടെ ഗോളാകൃതിയാണ്. അപ്പോൾ ഭൂമിക്ക് ഗോളാകൃതി ആയതിനാൽ ഭൂമിയുടെ ഒരു പകുതിയിൽ മാത്രമേ ഒരു സമയത്ത് സൂര്യപ്രകാശം ലഭിക്കുന്നുള്ളൂ. അപ്പോൾ ഒരു സ്ഥലത്ത് രാത്രിയും ഒരു സ്ഥലത്ത് പകലും ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? ഭൂമിക്ക് ഗോളാകൃതി ആയതിനാൽ ഭൂമിയുടെ ഒരു പകുതിയിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഒരു സമയത്ത് സൂര്യപ്രകാശം ലഭിക്കുന്നുള്ളൂ. ഇനി മറ്റേ പകുതിയിൽ ആ സമയത്ത് എന്തായിരിക്കും? മറ്റേ പകുതിയിൽ ആ സമയത്ത് ഇരുട്ട് അനുഭവപ്പെടുന്നു.
സൂര്യന് അഭിമുഖമായി വരുന്ന ഭൂമിയുടെ ഭാഗത്ത് സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ അവിടെ പകൽ അനുഭവപ്പെടുന്നു. അപ്പോൾ പകൽ അനുഭവപ്പെടാൻ കാരണം എങ്ങനെയാണ്? സൂര്യന് അഭിമുഖമായി വരുന്ന ഭൂമിയുടെ ഭാഗത്ത് സൂര്യപ്രകാശം ലഭിക്കും അല്ലേ? ആ സൂര്യൻ ഏത് ഭാഗത്താണോ നിൽക്കുന്നത് ആ ഭാഗത്ത് എന്തുണ്ടാകും? സൂര്യപ്രകാശം ഉണ്ടാകും. ഇവിടെ സൂര്യൻ നിൽക്കുന്നത് ഈ ഭാഗത്താണ്. അപ്പോൾ ഈ ഭാഗം മൊത്തം എന്താ? ഈ ഭാഗത്ത് നല്ല പ്രകാശമുണ്ട്, ഇവിടെ പകലാണ്. ഇനി സൂര്യൻ ഇവിടെ നിൽക്കുമ്പോൾ ഈ ഭാഗം എന്തായിരിക്കും? ഈ ഭാഗത്ത് രാത്രിയായിരിക്കും, ഇവിടെ ഇരുട്ടാണ്. ഒരു ഭാഗത്ത് മാത്രമേ എന്തുള്ളൂ? നമ്മുടെ സൂര്യപ്രകാശം കിട്ടുകയുള്ളൂ. അപ്പോൾ മറുഭാഗത്ത് സൂര്യപ്രകാശം എത്താത്തതിനാൽ ആ ഭാഗത്ത് എന്താണ്? അവിടെ രാത്രിയായിരിക്കും. ഇത്തരത്തിൽ ഭൂമിയിൽ രാത്രിയും പകലും മാറി മാറി അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, രാവും പകലും മാറി മാറി അനുഭവപ്പെടുന്നതിന് കാരണം ഭൂമിയുടെ ഭ്രമണമാണ്. അപ്പോൾ ഭൂമിയുടെ ഭ്രമണമാണ് എന്തിന് കാരണം? രാത്രിയും പകലും ഉണ്ടാകുന്നതിന് കാരണം ഭൂമിയുടെ ഭ്രമണമാണ്. ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഭ്രമണം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഭൂമിയുടെ സാങ്കല്പിക അച്ചുതണ്ട് ഈ കാണുന്നത്. അപ്പൊ ഇതിലെന്ത് ചെയ്യുന്നു? ഇതിലിങ്ങനെ നമ്മുടെ ഭൂമിയെ കറങ്ങുകയാണ്. ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. അപ്പോൾ ഭൂമിയുടെ ഭ്രമണം ഏത് ദിശയിലാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ആര് ഭ്രമണം ചെയ്യുന്നത്? നമ്മുടെ ഭൂമി ഭ്രമണം ചെയ്യുന്നത്. അതുകൊണ്ടാണ് സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായതിനാലാണ് സൂര്യൻ എവിടെ ഉദിക്കുന്നത്? സൂര്യൻ കിഴക്കുതിച്ച് എവിടെ അസ്തമിക്കുന്നത്? പടിഞ്ഞാറ് അസ്തമിക്കുന്നത്. ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ എത്ര സമയം വേണം? ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ വേണ്ട സമയം 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ് സമയം ആവശ്യമാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒരു ദിവസം എന്ന് പറയുന്നത്. നമ്മൾ പറയുന്ന 24 മണിക്കൂർ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് എത്രയാണ്? കറക്റ്റ് ചിലപ്പോൾ നമ്മളോട് ഇനി ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? പുതിയ സിലബസ് പ്രകാരമുള്ള പുസ്തകത്തിൽ വന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ലെവലിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇത് നമ്മൾ ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 24 മണിക്കൂറാണെന്ന് പറയും. കറക്റ്റ് ഇതിൽ തന്നിരിക്കുന്നത് എന്താണ്? ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. അപ്പം ഇത്ര സമയം കൊണ്ടാണ് ഭൂമി എന്ത് ചെയ്യുന്നത്? ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒരു ദിവസം എന്ന് പറയുന്നത്. ഇനി ഭൂമിക്ക് ഇപ്പം നമ്മൾ ഭ്രമണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി നമ്മൾ ഭൂമിയുടെ പരിക്രമണത്തെക്കുറിച്ചാണ് പറയുന്നത്. ഭ്രമണം ചെയ്യുന്നതോടൊപ്പം ഭൂമി നിശ്ചിത സഞ്ചാരപഥത്തിലൂടെ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നുമുണ്ട്. അപ്പോൾ ഭ്രമണം ചെയ്യുന്നു, ഒപ്പം തന്നെ നമ്മുടെ ഭൂമി എന്ത് ചെയ്യുന്നു? നിശ്ചിത സഞ്ചാരപഥത്തിലൂടെ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നുമുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പരിക്രമണം എന്ന് പറയുന്നത്. അപ്പോൾ പരിക്രമണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമി നിശ്ചിത സഞ്ചാരപഥത്തിലൂടെ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നതിനെ എന്തെന്ന് പറയുന്നു? പരിക്രമണം എന്ന് പറയുന്നു. ഒരു തവണ സൂര്യനെ ചുറ്റി സഞ്ചരിക്കാൻ ഭൂമിക്ക് എത്ര ദിവസം വേണം? ഒരു തവണ നമ്മുടെ സൂര്യനെ ചുറ്റി സഞ്ചരിക്കാൻ ഭൂമിക്ക് വേണ്ട സമയമെന്ന് പറയുന്നത് 365 ദിവസമാണ്. 365 4 ദിവസം കൊണ്ടാണ് നമ്മുടെ സൂര്യനെ ആര് ചുറ്റി സഞ്ചരിക്കുന്നത്? ഭൂമി ചുറ്റി കറങ്ങിയൊക്കെ വരുന്നത്. ഇതിനെ ഒരു വർഷമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇതിനെയാണ് ഈ 365 ദിവസത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒരു വർഷം എന്ന് പറയുന്നത്. ഭൂമിയുടെ പരിക്രമണത്തിൻ്റെ ഫലമായാണ് വ്യത്യസ്ത ഋതുക്കൾ അല്ലെങ്കിൽ സീസണുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ വ്യത്യസ്ത ഋതുക്കൾ ഉണ്ടാക്കാൻ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ എന്ത് പറയാം? ഭൂമിയുടെ പരിക്രമണത്തിൻ്റെ ഫലമാണ്. അടുത്ത നമ്മൾ ഋതുക്കളെ കുറിച്ചാണ് പറയുന്നത്. എന്താ ഋതുക്കൾ എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മുടെ മുത്തശ്ശി കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പറയുന്നത്? മുത്തശ്ശി പറയുന്നത്, എൻ്റെ കുട്ടിക്കാലം എന്ത് രസമായിരുന്നു. സ്കൂൾ തുറക്കുമ്പോൾ തന്നെ പുത്തൻ ഉടുപ്പിനെ നനയ്ക്കുന്ന ഇടവപ്പാതി മഴ. ഏകദേശം 2 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ മഴ കർക്കിടകം കഴിയുന്നതോടെ ശമിച്ചു തുടങ്ങും. പിന്നെ സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും മാസമായ ചിങ്ങമാസത്തിൻ്റെ കടന്നുവരവാണ്. ഈ സമയം പ്രകൃതി പൂത്തുലഞ്ഞു ഓണത്തെ വരവേൽക്കുന്ന കാഴ്ച എത്ര മനോഹരമാണെന്നോ. തുടർന്ന് കന്നിച്ചൂടിന് ആശ്വാസം പകർന്ന് തുലാവർഷം എത്തും. വൃശ്ചികം ധനു മാസങ്ങൾ പ്രകൃതിയെ തണുപ്പിക്കും. മകരമാസ
മാസത്തിൽ ചില വൃക്ഷങ്ങൾ ഇല പൊഴിഞ്ഞു നിൽക്കുന്നത് കാണാം. കുംഭം, മീനം, മേടം മാസങ്ങളിലെ അതിശക്തമായ ചൂട് കൊണ്ട് മിക്കവാറും ജലാശയങ്ങൾ വറ്റി വരളും. തൊടിയിൽ കായ്ച്ചു നിൽക്കുന്ന മാവും പ്ലാവും പ്രകൃതിയെ ആ സമയത്ത് മനോഹരമാക്കുന്നു. അപ്പോൾ ഓരോ സീസണുകൾ, മഴക്കാലം ഏതാണ്, അതുപോലെ നമ്മുടെ എന്താണ് പൂക്കാലം ഏതാണ്, അതുപോലെ തുലാവർഷം, പിന്നെന്താണ് തണുപ്പ് മാസം, മകരമാസം, ഇല പൊഴിയുന്ന മാസം, ഇതിങ്ങനെ, അതുപോലെ ശക്തമായ ചൂടുള്ള മാസങ്ങൾ, ഇങ്ങനെ ഓരോ മാസങ്ങളുടെയും പ്രത്യേകതകളാണ് നമ്മളിവിടെ കണ്ടത്. മുത്തശ്ശിയുടെ അനുഭവം വായിച്ചല്ലോ. കുട്ടിക്കാലം മുതൽ തൻ്റെ ചുറ്റുപാടും ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ചാണ് മുത്തശ്ശി പ്രതിപാദിച്ചത്. അപ്പോൾ എല്ലാ കാലത്തും എല്ലാത്തരം കായ്കനികളും നമുക്ക് ഒരുപോലെ ലഭിക്കാറുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇല്ല അല്ലേ. അപ്പോൾ എല്ലാ കാലത്തും എല്ലാത്തരം കായ്കനികളും നമുക്ക് ലഭിക്കത്തില്ല. ഓരോ സീസൺ അനുസരിച്ചാണ് ഓരോ രീതിയിലുള്ള വസ്തുക്കളും നമുക്ക് കിട്ടുന്നത്. ഇനി വ്യത്യസ്ത കാലങ്ങളിൽ നമ്മുടെ ചുറ്റുപാടിൽ കാണുന്ന കാഴ്ചകൾ എന്തെല്ലാമെന്നും ഇവിടെ വേനൽക്കാലം, മഴക്കാലം, മഞ്ഞുകാലം ഇവയൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? വേനൽക്കാലത്തിൻ്റെ പ്രത്യേകതകളാണ് തന്നിരിക്കുന്നത്. ജലാശയങ്ങൾ വറ്റുന്നു. ഇനി വേനൽക്കാലത്ത് എന്താണ്? അതിശക്തമായ ചൂടായിരിക്കും. അതുപോലെ തന്നെ എന്താണ്? താപനില കൂടുതലായിരിക്കും. അപ്പോൾ ഇനി മഴക്കാലമാണെങ്കിലോ പുഴകൾ നിറഞ്ഞൊഴുകുന്നു. ഇനി എന്താണ്? നല്ല ശക്തമായ മഴ, ചിലപ്പോൾ നല്ല നീരൊഴുക്ക്, ഇഷ്ടം പോലെ ജലം, ഇതൊക്കെ ഉണ്ടാകുന്നത് മഴക്കാലത്താണ്. ഇനി മഞ്ഞുകാലത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഉയർന്ന പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ച ഉണ്ടാകും മഞ്ഞുകാലമായാൽ. അതുപോലെ നല്ല തണുത്ത കാലാവസ്ഥയായിരിക്കും മഞ്ഞുകാലത്തിൽ ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കാലാവസ്ഥ എന്ന് പറയുന്നത്. കേരളത്തിൽ വിവിധ കാലങ്ങൾ ഇത്തരത്തിലാണ് അനുഭവപ്പെടുന്നതെങ്കിലും ഭൂമിയുടെ മറ്റു പ്രദേശങ്ങളിൽ ഈ കാലങ്ങൾ വ്യത്യസ്തമായാണ് അനുഭവപ്പെടുന്നത്. അപ്പം നമ്മളിത് കേരളത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. പക്ഷേ ഭൂമിയുടെ മറ്റ് സ്ഥലങ്ങളിൽ എന്താണ്? വ്യത്യസ്ത കാലങ്ങളാണ് അനുഭവപ്പെടുന്നത്. വ്യത്യസ്ത കാലങ്ങളിൽ വ്യത്യസ്ത സീസണുകളാണ് അനുഭവപ്പെടുന്നത്. ഭൂമിയുടെ പരിക്രമണവും ഭൂമിയിൽ ലഭിക്കുന്ന സൗരോർജത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകളുമാണ് ഇത്തരത്തിലുള്ള ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നത്. അപ്പോൾ ഇങ്ങനെ ഋതുഭേദങ്ങൾ അല്ലെങ്കിൽ സീസണുകൾ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ഭൂമിയുടെ പരിക്രമണം. ഒന്നാമതായിട്ട് നമുക്ക് പറയാം ഭൂമിയുടെ പരിക്രമണമാണ് ഋതുഭേദങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം. അതുപോലെ തന്നെ ഭൂമിയിൽ ലഭിക്കുന്ന സൗരോർജത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകളാണ് ഋതുഭേദങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമെന്ന് പറയുന്നത്. ഋതുഭേദങ്ങൾക്കനുസരിച്ച് അന്തരീക്ഷ സ്ഥിതിയിലും പ്രകൃതിയിലും മാറ്റമുണ്ടാകുന്നു. അപ്പോൾ ഋതുഭേദമാണ് നമ്മുടെ അന്തരീക്ഷ സ്ഥിതിയിലും അതുപോലെ പ്രകൃതിയിലും മാറ്റമുണ്ടാക്കുന്നത്. ഇനി ഭൂമിയുടെ രണ്ട് പ്രധാനപ്പെട്ട ചലനങ്ങളായ ഭ്രമണവും പരിക്രമണവും അടിസ്ഥാനമാക്കി ചുവടെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഭ്രമണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭ്രമണത്തിലാണ് ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നത് ഭ്രമണം മൂലമാണ്. അതുപോലെ പരിക്രമണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയുടെ അപ്പോൾ അതിൻ്റെ ഒരു പരിക്രമണം, അതായത് ഭൂമി എന്ത് ചെയ്യുന്നു? കറങ്ങുന്നു. അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു? ഒരു നിശ്ചിത സഞ്ചാരപാതയിലൂടെ എന്ത് ചെയ്യുന്നു? കറങ്ങുന്നു. അപ്പോൾ സ്വയം ഭ്രമണം ചെയ്യുന്നു. അതുപോലെ എന്ത് ചെയ്യുന്നു? നിശ്ചിത സഞ്ചാരപാത കൂടിയുണ്ട്. ഒരു സഞ്ചാരപാതയിലൂടെ ഇങ്ങനെ എന്ത് ചെയ്യുന്നു? ഭൂമി സൂര്യന് ചുറ്റും വലം വയ്ക്കുന്നു. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പരിക്രമണം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഈ ഭ്രമണത്തിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാകുന്നു? രാവും പകലും, രാത്രിയും പകലും ഒക്കെ ഉണ്ടാകുന്നത് എന്തിൻ്റെ ഫലമായിട്ടാണ്? ഭ്രമണത്തിൻ്റെ ഫലമായിട്ടാണ്. എങ്കിൽ ഋതുക്കൾ ഉണ്ടാകുന്നത് ഏതിൻ്റെ ഫലമായിട്ടാണ്? പരിക്രമണത്തിൻ്റെ ഫലമായിട്ടാണ്. ഇനി ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അണ്ടർ 17 ക്രിക്കറ്റ് മഴ മൂലം ഫൈനൽ മത്സരം ഉപേക്ഷിച്ചു. അപ്പോൾ നമ്മൾ ഈ ദിനാന്തരീക്ഷ സ്ഥിതി ഓരോ ദിവസവും നമ്മൾ പത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ ഈ പത്രത്തിൽ വരുന്ന തലക്കെട്ടുകളാണ് എന്താണ്? കൊച്ചിയിൽ നടത്താനിരുന്ന അണ്ടർ 17 ക്രിക്കറ്റ് ഫൈനൽ മത്സരം പെട്ടെന്നുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് ഉപേക്ഷിച്ചു. അടുത്ത 3 ദിവസത്തേക്ക് ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇതൊക്കെ നമ്മൾ നിത്യേന കേൾക്കുന്ന വാർത്തകളാണ്. അപ്പോൾ ക്രിക്കറ്റ് മത്സരം ഉപേക്ഷിക്കാനിടയാക്കിയ സാഹചര്യം നമുക്കറിയാം എന്താണ്? പെട്ടെന്നുണ്ടായ മഴയാണ് ക്രിക്കറ്റ് മത്സരങ്ങൾ ഉപേക്ഷിക്കാൻ കാരണം.
അന്തരീക്ഷാവസ്ഥയിൽ ചിലപ്പോഴൊക്കെ ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ദിനാന്തരീക്ഷ സ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റം മൂലമാണ്. അപ്പോൾ അന്തരീക്ഷാവസ്ഥയിൽ ഈ മാറ്റം ഉണ്ടാകുന്നതിന് പ്രധാന കാരണം എന്താണ്? ദിനാന്തരീക്ഷ സ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റം മൂലമാണ്. അപ്പോൾ എന്താണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്നറിയണ്ടേ? ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്ത് നിശ്ചിത സമയത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷാവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രദേശത്ത് എടുക്കുകയാണെങ്കിൽ അവിടെ നിശ്ചിത സമയത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷത്തിൻ്റെ അവസ്ഥ, ചിലപ്പോൾ അന്തരീക്ഷത്തിൽ നല്ല തണുപ്പായിരിക്കും, ചിലപ്പോൾ നല്ല ചൂടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രദേശത്ത് നിശ്ചിത സമയത്ത് അനുഭവപ്പെടുന്ന ആ ഒരു അന്തരീക്ഷ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ദിനാന്തരീക്ഷ സ്ഥിതി. നിശ്ചിത സമയത്തെ അന്തരീക്ഷത്തിലെ ഈർപ്പം, ചൂട്, മഴ, കാറ്റ്, മേഘം തുടങ്ങിയവ ദിനാന്തരീക്ഷ സ്ഥിതിയെ സ്വാധീനിക്കുന്നു. അപ്പോൾ ദിനാന്തരീക്ഷ സ്ഥിതിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ചോദിച്ചാൽ എന്തൊക്കെയാണ്? നിശ്ചിത സമയത്തുള്ള അന്തരീക്ഷത്തിലെ ഈർപ്പം, അപ്പോൾ അന്തരീക്ഷത്തിലെ ഈർപ്പം, പിന്നെന്തൊക്കെയാണ്? അതുപോലെ ചൂട്, മഴ, കാറ്റ്, മേഘം തുടങ്ങിയവ ദിനാന്തരീക്ഷ സ്ഥിതിയെ സ്വാധീനിക്കുന്നു. ഇനി എന്താണ് കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ? അപ്പോൾ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ദീർഘകാലമായി ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ദീർഘകാലമായിട്ട് ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് നമ്മൾ ക്ലൈമറ്റ് അല്ലെങ്കിൽ കാലാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ചൂട് കൂടുന്നു, സംസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശം. ഇനി നമുക്ക് അങ്ങോട്ട്, ഇപ്പം നമുക്ക് തണുപ്പ് കാലമാണ് വരുന്നത്, തണുപ്പ് കാലമാണ്. ഇനി നമുക്ക് അങ്ങോട്ട് വരുന്നത് അങ്ങനെ ഓരോ ചൂട് കൂടുന്നു, സംസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശം. ഹിമാചലിൽ വീണ്ടും മഞ്ഞ് വീഴ്ച. അപ്പോൾ ഹിമാചലൊക്കെ നല്ല തണുത്ത പ്രദേശമാണ്, അവിടെ എന്തുണ്ട്? തണുപ്പായാൽ മഞ്ഞ് വീഴ്ച ഉണ്ടാവും. കനത്ത മഴ 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. അപ്പോൾ മഴയായാൽ അവിടെ എന്താണ്? കനത്ത മഴയാണ്. അപ്പോൾ നമ്മൾ ഓറഞ്ച് അലർട്ടും റെഡ് അലർട്ടും ഒക്കെ ഉണ്ടാകാം. ശക്തമായ കാറ്റിന് സാധ്യത, മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ്. ഇതൊക്കെ നമ്മുടെ ദിനാന്തരീക്ഷ സ്ഥിതിയെയും കാലാവസ്ഥയെയും സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. കൃത്യവും ശാസ്ത്രീയവുമായ ദിനാന്തരീക്ഷ മുന്നറിയിപ്പുകൾ നിത്യജീവിതത്തിൽ എത്രത്തോളം സഹായകമാണ്? ഇനി കാലാവസ്ഥയും ജനജീവിതവുമാണ് നമ്മൾ പറയുന്നത്. ഉറച്ച് കട്ടിയായി തീർന്ന തടാകങ്ങളുടെ മാറിലൂടെ ബസ്സും ലോറിയും കാറും ഓടിത്തുടങ്ങും. സ്കീയിങ്, സ്കേറ്റിംഗ് തുടങ്ങിയ വിൻ്റർ സ്പോർട്സുകളുടെ ബഹളങ്ങളായിരിക്കും ഓരോ മൂലയിലും. വർഷത്തിൽ അധികകാലവും മഞ്ഞുമൂടി കിടക്കുന്നത് കൊണ്ട് റോഡുകൾ ഉറപ്പിലും ഭംഗിയിലും നിലനിർത്താൻ വളരെ ബുദ്ധിമുട്ടും പണച്ചെലവുമുണ്ട്. ലാത്തിയുടെ ശരിയായ അഴക് കാണണമെങ്കിൽ ഹേമന്തകാലത്ത് ഇവിടെ വരണമെന്ന് കായ പറഞ്ഞു. അന്ന് നിലമെല്ലാം ധവളാഭമായ ഹിമത്താൽ മൂടിയിരിക്കും. മരങ്ങളെല്ലാം വെള്ളക്കടലാസ് തോരണങ്ങൾ പോലെ നിലകൊള്ളുന്നുണ്ടാകും. ഹിമത്തിൽ കളിക്കാൻ കുട്ടികൾക്ക് എന്ത് ഉത്സാഹമാണെന്നോ. ഏതാണ്ട് 6 മാസക്കാലം നീണ്ട രാത്രികൾ തന്നെ. പകൽ വെളിച്ചം കൂടിയാൽ 1-2 മണിക്കൂർ ഉണ്ടാകും. നിലം നീളെ മൂടിക്കിടക്കുന്ന ഹിമത്തിൻ്റെ ധാവള്യവും ആകാശത്തിൻ്റെ വെളിച്ചവും കൂടിക്കലർന്ന് നേരിയ നിലാവ് പരന്ന പോലെ തോന്നും. അപ്പോൾ ഇതൊരു കുറിപ്പാണ്. ആരുടെ കുറിപ്പാ? പ്രശസ്ത സഞ്ചാര സാഹിത്യകാരനായ SK പൊറ്റക്കാടിൻ്റെ പാതിരാ സൂര്യൻ്റെ നാട്ടിൽ എന്ന കൃതിയിൽ നിന്ന് എടുത്ത കുറച്ച് ഭാഗമാണ് നമ്മളിവിടെ വായിച്ചത്. അപ്പോൾ ഇവിടെ എന്താണ്? മഞ്ഞ് മൂടിയ പ്രദേശത്തെ ജനജീവിതത്തെയാണ് അദ്ദേഹം ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ പ്രത്യേകതകളാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ പാതിരാ സൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത് എവിടെയാണ്? പാതിരാ സൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് നോർവേ. യൂറോപ്പിൻ്റെ വടക്ക് ഭാഗത്താണ് നോർവേ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ നോർവേ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? യൂറോപ്പിൻ്റെ വടക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. വർഷത്തിൽ അധികകാലവും മഞ്ഞ് മൂടിക്കിടക്കുന്ന നോർവേയുടെ ഏറ്റവും വടക്കുള്ള പ്രദേശങ്ങളിൽ 6 മാസത്തോളം തുടർച്ചയായ പകലും 6 മാസത്തോളം തുടർച്ചയായ രാത്രിയുമാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ യൂറോപ്പിൻ്റെ വടക്ക് ഭാഗത്താണ് നോർവേ സ്ഥിതി ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. പാതിരാ സൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് നോർവേ. മഞ്ഞ് മൂടിക്കിടക്കുന്ന നോർവേയുടെ ഏറ്റവും വടക്കുള്ള പ്രദേശങ്ങളിൽ 6 മാസത്തോളം എന്താണ്? തുടർച്ചയായ പകലും 6 മാസത്തോളം തുടർച്ചയായ രാത്രിയുമാണ് അനുഭവപ്പെടുന്നത്. ജനവാസം കുറവുള്ള മഞ്ഞ് മൂടിക്കിടക്കുന്ന ഈ പ്രദേശത്തെ ജനജീവിതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയെന്നാണ് അടുത്ത് നമ്മൾ പറയുന്നത്.
തൂവൽ കൊണ്ട് നിർമ്മിച്ചതും വായു കടക്കാത്തതുമായ പാദരക്ഷകളും രോമ നിർമ്മിതമായ വസ്ത്രങ്ങളുമാണ് ഇവിടുത്തെ ജനങ്ങൾ ധരിക്കുന്നത്. അതായത് മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശത്തെ ജനങ്ങൾ ധരിക്കുന്ന വസ്ത്ര രീതിയാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇവിടുത്തെ തദ്ദേശീയരായ ഇന്യൂട്ട്, അപ്പോൾ ഇവിടുത്തെ ആളുകൾക്ക് പറയുന്ന തദ്ദേശീയരായ ആളുകൾക്ക് പറയുന്ന പേരാണ് ഇന്യൂട്ടുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്താണ്? വളർത്തുനായകൾ വലിക്കുന്ന പരന്ന സ്ലൈഡ്ജുകളിലാണ് അല്ലെങ്കിൽ സ്ലഡ്ജുകളിലാണ് ഇവർ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇന്യൂട്ടുകൾ എന്താ ചെയ്യുന്നത്? വളർത്തുനായകൾ വലിക്കുന്ന പരന്ന സ്ലഡ്ജുകളിലാണ് സഞ്ചരിക്കുന്നത്. 6 മാസത്തോളം നീളുന്ന ശൈത്യകാലത്ത് ഇവർ വാസസ്ഥലമായ ഇഗ്ലുവിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. അപ്പോൾ ഇവരുടെ വാസസ്ഥലത്തിന് പറയുന്ന പേരെന്താണ്? തണുപ്പ് കാലത്ത് ഇവർ താമസിക്കുന്ന വാസസ്ഥലത്തിന് പറയുന്ന പേരാണ് ഇഗ്ലു. അപ്പോൾ ഇഗ്ലു എന്ന വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. അപ്പോൾ ഈ 6 മാസം ശൈത്യം വരുമ്പോൾ ഈ ഇഗ്ലു എന്ന വീട്ടിൽ നിന്ന് ഇവർ എന്ത് ചെയ്യാറില്ല? പുറത്തിറങ്ങാറില്ല. ഈ കാണുന്നതാണ് ഇഗ്ലു എന്ന് പറയുന്നത്. ഇനി അതിശൈത്യത്തെ അതിജീവിക്കുന്ന പന്നൽ, പായൽ തുടങ്ങിയവയാണ് ഇവിടുത്തെ മുഖ്യ സസ്യവർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ മുഖ്യ സസ്യവർഗ്ഗങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ പന്നൽ, പായൽ മുതലായവയാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവ അതിശൈത്യത്തെ അതിജീവിക്കുന്ന സസ്യങ്ങളാണ്, പന്നലും പായലും ഒക്കെ. അതുകൊണ്ടാണ് അവിടെ ഈ സസ്യങ്ങൾ മുഖ്യ സസ്യവർഗ്ഗങ്ങളായിട്ടുള്ളത്. തിമിംഗലം, അതുപോലെ മത്സ്യങ്ങൾ, ഹിമമൂങ്ങ, സീൽ, ഹിമക്കരടി തുടങ്ങിയവയാണ് പ്രധാന ജന്തുവർഗ്ഗങ്ങൾ. അപ്പോൾ ഇവിടുത്തെ പ്രധാന ജന്തുവർഗ്ഗങ്ങൾ ആരൊക്കെയാണ്? തിമിംഗലമുണ്ട്, മത്സ്യങ്ങളുണ്ട്, ഹിമമൂങ്ങയുണ്ട്, സീൽ ഉണ്ട്, അതുപോലെ ഹിമക്കരടി തുടങ്ങിയവയാണ് പ്രധാന ജന്തുവർഗ്ഗങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞു. ഇവരുടെ പ്രധാന ഉപജീവന മാർഗം എന്താണ്? അപ്പോൾ തണുപ്പായിരുന്ന സമയത്ത് ഇവർക്ക് ഉപജീവന മാർഗം വേണമല്ലോ, ഭക്ഷണം കഴിച്ച് കിടക്കണമല്ലോ. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം എന്ന് പറയുന്നത് വേട്ടയാടലും പിന്നെ മത്സ്യബന്ധനവുമാണ് ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം. ഇനി നമ്മൾ ഇഗ്ലൂവിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് ഇഗ്ലൂ എന്ന് പറഞ്ഞാൽ ധ്രുവപ്രദേശങ്ങളിൽ അധിവസിക്കുന്ന തദ്ദേശീയരായ ജനവിഭാഗമാണ് ഇന്യൂട്ട് അഥവാ എസ്കിമോകൾ എന്ന് പറയുന്നത്. അപ്പോൾ ധ്രുവപ്രദേശങ്ങളിൽ അധിവസിക്കുന്ന തദ്ദേശീയരായ ജനവിഭാഗത്തിന് പറയുന്ന പേരാണ് എസ്കിമോകൾ അല്ലെങ്കിൽ ഇന്യൂട്ടുകൾ എന്നും പറയും. ഇവർ മഞ്ഞുകട്ടകൾ കൊണ്ട് നിർമ്മിക്കുന്ന വീടുകളെയാണ് ഇഗ്ലൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ മഞ്ഞുകട്ടകൾ കൊണ്ടാണ് ഈ വീട് നിർമ്മിക്കുന്നത്. ആ വീടിന് പറയുന്ന പേരെന്താണ്? ഇഗ്ലൂ. മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളുടെ സവിശേഷതകൾ അടങ്ങിയ ഡിജിറ്റൽ ആൽബം, അത് കുട്ടികൾക്കുള്ളതാണ്. ഇനി നമ്മൾ പറയുന്നത് മരുഭൂമിയിലെ കാര്യമാണ്. മരുഭൂമി നോക്കാം. അപ്പോൾ ധ്രുവപ്രദേശങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഭൂമിശാസ്ത്ര സവിശേഷതകളുള്ള ഭൂവിഭാഗമാണ് ഉഷ്ണ മരുഭൂമികൾ എന്ന് പറയുന്നത്. വിശാലമായ മണൽപ്പരപ്പുകളും മണൽക്കുന്നുകളും ഇവിടുത്തെ പ്രത്യേകതയാണ്. അപ്പോൾ മരുഭൂമികളുടെ പ്രത്യേകത നമുക്കറിയാം. ഇതേപോലെ വിശാലമായ വിശാലമായ മണൽക്കൂനകൾ, വിശാലമായ മണൽപ്പരപ്പുകളും മണൽക്കുന്നുകളും ഇവിടുത്തെ പ്രത്യേകതയാണ്. ഇനി എന്താ? ഇവിടെ പകൽ താപം വളരെ കൂടുതലും രാത്രി താപം വളരെ കുറവുമാണ്. അപ്പോൾ മരുഭൂമിയുടെ പ്രത്യേകതയാണ് നമ്മൾ പറയുന്നത്. താപം പകൽ സമയത്ത് വളരെ കൂടുതലാണ്, രാത്രി എന്താണ്? താപം വളരെ കുറവാണ്. മഴ തീരെ കുറവായ പ്രദേശങ്ങളിൽ ഉയർന്ന താപവും വരണ്ട കാറ്റും ജലദൗർലഭ്യവും അനുഭവപ്പെടുന്നു. ഇപ്പോൾ മരുഭൂമിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് കുറവാണ്? മഴ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഉയർന്ന താപമുണ്ടാകും, വരണ്ട കാറ്റുണ്ട്, അതുപോലെ എന്തുണ്ട്? ജലദൗർലഭ്യം അനുഭവപ്പെടുന്നു. ഈ പ്രദേശങ്ങളിൽ ജനവാസം തീരെ കുറവാണ്. ഇനി അതുകൊണ്ട് തന്നെ എന്താണ്? ജലമില്ല, അതുപോലെ ജലലഭ്യതയുണ്ട്, വരണ്ട കാറ്റുണ്ട്, ഉയർന്ന താപമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ ജനങ്ങളിൽ താമസം വളരെ കുറവാണ്. ഉഷ്ണഭൂമികളിൽ കാലാവസ്ഥയ്ക്കിണങ്ങുന്ന ജീവിത രീതിയാണുള്ളത്. തുടർച്ചയായ വരൾച്ചയും മണൽക്കാറ്റുകളും മരുഭൂമികളുടെ മറ്റ് സവിശേഷതകളാണ്. അപ്പോൾ മരുഭൂമികളുടെ മറ്റ് സവിശേഷതകൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? തുടർച്ചയായ വരൾച്ചയുണ്ട്, അതുപോലെ മണൽക്കാറ്റുകളും മരുഭൂമിയുടെ സവിശേഷതകളാണ്. അയഞ്ഞ വസ്ത്രങ്ങളും മുഖം മറയ്ക്കുന്ന ശിരോവസ്ത്രവും മരുഭൂമി നിവാസികളുടെ വസ്ത്രധാരണത്തിലെ പ്രത്യേകതകളാണ്. അപ്പോൾ നമുക്ക് അറബികളെയൊക്കെ കണ്ടാൽ അത് ആലോചിച്ചാൽ മതി. എന്താണ്? അയഞ്ഞ വസ്ത്രങ്ങളാണ്, മുഖം മറയ്ക്കുന്ന ശിരോവസ്ത്രമുണ്ട്. അതൊക്കെയാണ് മരുഭൂമി നിവാസികളുടെ വസ്ത്രധാരണത്തിലെ പ്രത്യേകത. സഞ്ചാരത്തിനും ചരക്ക് നീക്കത്തിനും ഒട്ടകത്തെ ഉപയോഗിക്കുന്നത് മരുഭൂമികളിലെ സാധാരണ കാഴ്ചയാണ്. അപ്പോൾ സഞ്ചാരത്തിന് വേണ്ടി മരുഭൂമിയിലെ ആൾക്കാർ ഉപയോഗിക്കുന്ന വാഹനം ഏതാണ്? ഒട്ടകമാണ്. മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന ഒട്ടകം. ഇനി മരുഭൂമിയുടെ പ്രത്യേകതകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? രാത്രി താപം വളരെ കൂടുതലാണ്. ഇനി പകൽ സമയത്ത് എന്താണ്? താപം വളരെ കൂടുതലാണ്, രാത്രി താപം കുറവ്.
പകൽ സമയത്താണെങ്കിലോ താപം കൂടുതൽ, പകൽ വളരെ കൂടുതലാണ്. ഇനി വിശാലമായ മണൽപ്പരപ്പുണ്ട്. ജല ദൗർലഭ്യം വളരെ കൂടുതലാണ്, ജലദൗർലഭ്യമുണ്ട്. അതുപോലെ എന്തുണ്ട്? വരണ്ട കാറ്റുണ്ട്. ഇതൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ജനവാസം വളരെ കുറഞ്ഞ ഒരു സ്ഥലമാണ് മരുഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം പ്രത്യേകതകളുള്ള പ്രദേശങ്ങളിൽ കാലാവസ്ഥയ്ക്കിണങ്ങുന്ന വേറിട്ട ജീവിത രീതിയാണുള്ളത്. ദൂരപ്രദേശങ്ങളിലെയും മരുപ്രദേശങ്ങളിലെയും ഭൗതിക വൈവിധ്യങ്ങൾ അവിടുത്തെ ജനജീവിതത്തെ എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നുണ്ടെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി ഒരു പ്രദേശത്തെ കൃഷി, അതുപോലെ തൊഴിൽ, ആഹാരം, വസ്ത്രധാരണ രീതി, വീട് നിർമ്മാണം, ആഘോഷങ്ങൾ തുടങ്ങിയവയെല്ലാം അവിടുത്തെ കാലാവസ്ഥയ്ക്കനുസരിച്ചാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇഗ്ലൂവിൻ്റെ കാര്യം പറഞ്ഞു. അതെന്താണ്? മഞ്ഞുകട്ട കൊണ്ട് നിർമ്മിച്ച വീടുകൾ. അവിടെയുള്ള കാലാവസ്ഥ അതാണ്, അതുകൊണ്ട് അവരവിടെ താമസിക്കുന്നു. ഇനി അതുപോലെ മനുഷ്യരുടെ അശാസ്ത്രീയ ഇടപെടലുകൾ സ്വാഭാവിക പരിസ്ഥിതിയിൽ മാറ്റങ്ങൾ വരുത്തുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫലമായി ലോകമെമ്പാടും ഇന്ന് കാലാവസ്ഥയിൽ ഗണ്യമായ വ്യതിയാനങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ രീതി വളരെ വളരെ വ്യത്യസ്തമാണ്. കാലാവസ്ഥാ വ്യതിയാനം, അതാണ് നമ്മൾ അടുത്ത് പറയുന്നത്. ഞാൻ കെനിയയിൽ നിന്നാണ് വരുന്നത്. അവിടെ 20 കോടി ജനങ്ങൾ കാലാവസ്ഥാ മാറ്റത്തിൻ്റെ ദുരിതം അനുഭവിക്കുകയാണ്. കൊടും വരൾച്ചയാണ് അവിടെ. 2 വർഷമായി ഞങ്ങൾക്ക് മഴ കിട്ടിയിട്ട് 3-ാം വർഷവും അങ്ങനെ തന്നെയാകും എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഞങ്ങൾക്ക് മഴയില്ല, പുഴകളെല്ലാം വറ്റി, താപതരംഗങ്ങൾ വീശിയടിക്കുന്നു. നിങ്ങളുടെ ഹൃദയം ദയവായി ഒന്ന് തുറക്കൂ. ഞങ്ങളുടെ വിളകൾ മുഴുവൻ കരിഞ്ഞുണങ്ങി, മൃഗങ്ങളും മനുഷ്യരും മരിച്ചു വീഴുകയാണ്. ഇങ്ങനെ പോയാൽ 2025ഓടെ ഞങ്ങളിൽ പകുതി പേരും ഇല്ലാതാകും. ഈ സമ്മേളനത്തിൽ നിങ്ങളെടുക്കുന്ന തീരുമാനമാണ് ഞങ്ങൾക്ക് മഴ തിരിച്ചു തരുമോ എന്ന് തീരുമാനിക്കുക. ഞങ്ങളുടെ കൂട്ടുകാരായ കുട്ടികൾക്ക് ഭക്ഷണവും വെള്ളവും ലഭിക്കുമോ എന്ന് തീരുമാനിക്കുക. ദയവായി നിങ്ങൾ ഹൃദയം ഒന്ന് തുറക്കൂ. അപ്പോൾ നമ്മുടെ ആഫ്രിക്കയിലെ കെനിയ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ കേട്ടത്. അപ്പോൾ 2021 ഒക്ടോബർ 31 ഐക്യരാഷ്ട്ര സംഘടനയുടെ ഗ്ലാസ്ഗോ കാലാവസ്ഥാ സമ്മേളനത്തിൽ വച്ച് കെനിയയിൽ നിന്നുള്ള സ്കൂൾ വിദ്യാർത്ഥിനിയായ എലിസബത്ത് വത്തിറ്റി ലോക നേതാക്കളോട് നടത്തിയ അഭ്യർത്ഥനയാണ് നമ്മൾ ഈ വായിച്ചത്. അപ്പോൾ 2021 ഐക്യരാഷ്ട്ര സംഘടനയുടെ ഗ്ലാസ്ഗോ കാലാവസ്ഥാ സമ്മേളനം നടന്നത് എന്നാണ്. അപ്പോൾ ഇങ്ങനെയും ചോദിക്കാം, ഗ്ലാസ്ഗോ കാലാവസ്ഥാ സമ്മേളനം 2021 നടന്ന് ഒക്ടോബർ 31 നടന്നത്. അത് കെനിയയിൽ നിന്നുള്ള സ്കൂൾ വിദ്യാർത്ഥിനിയായ എലിസബത്ത് വത്തിറ്റിൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഇന്ന് ലോകം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നതും വരും തലമുറ അഭിമുഖീകരിക്കാൻ പോകുന്നതുമായ ഏറ്റവും സങ്കീർണമായ പ്രശ്നമാണ് കാലാവസ്ഥാ വ്യതിയാനം. ഒരു പ്രദേശത്തിൻ്റെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ആ പ്രദേശത്തിൻ്റെ അന്തരീക്ഷ സ്ഥിതി. അന്തരീക്ഷത്തിൻ്റെ താപനിലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ് കാലാവസ്ഥാ വ്യതിയാനമായി കണക്കാക്കുന്നത്. കാലാവസ്ഥാ മാറ്റം ഭൂമിയിൽ സാവധാനത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. കാലാവസ്ഥയിൽ നേരിയ തോതിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പോലും പ്രകൃതിയെ സാരമായി ബാധിക്കുന്നു. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനം നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുന്നത്? അപ്പോൾ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് അനുവിൻ്റെ സ്കൂളിൽ നടത്തിയ ചിത്ര പ്രദർശനത്തിലെ ചില ചിത്രങ്ങളാണ് താഴെ തന്നിരിക്കുന്നത്. അതുകൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനങ്ങളാണ്. ഇതുണ്ടോ, മഴയത്ത് പിന്നെ റോഡെല്ലാം മണ്ണിടിഞ്ഞു പോകുന്നു, മണ്ണിടിച്ചിൽ, പിന്നെ വെള്ളപ്പൊക്കം, അതുപോലെ തന്നെ മഞ്ഞ് എല്ലാം ഉരുകുന്നു. അപ്പോൾ ചൂട്, അപ്പോൾ ഇതൊക്കെയാണ് ചുഴലിക്കാറ്റുകൾ, അതായത് അഗ്നിപർവ്വത സ്ഫോടനം വരുന്നു, അതിലെ പിന്നെ ന്യൂനമർദ്ദം, ഇവയൊക്കെ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമായ പ്രധാനപ്പെട്ട പ്രത്യാഘാതങ്ങളാണ്, കാലാവസ്ഥാ ആഘാതങ്ങൾ. ഇനി കാലാവസ്ഥാ വ്യതിയാനവും അതിൻ്റെ പ്രത്യാഘാതങ്ങളുമാണ് എന്തൊക്കെയെന്നാണ് നമ്മൾ പറയുന്നത്. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളിൽ ഒന്നാമത്തേത് ആഗോള താപനില ഉയരുന്നു. അപ്പോൾ ആഗോള താപനില ഉയരുന്നു. സമുദ്രനിരപ്പിലെ ഉയർച്ചയും സുനാമി ദുരന്തങ്ങളും. അപ്പോൾ സമുദ്രനിരപ്പ് എന്ത് ചെയ്യുന്നു? ഉയരുന്നു, സുനാമി ദുരന്തങ്ങൾ ഉണ്ടാകുന്നു. കാലം തെറ്റിയ മഴയും മഴയുടെ തോതിലുള്ള ഏറ്റക്കുറച്ചിലുകളും. കാലം തെറ്റിയ മഴയുണ്ടാകുന്നു, അതുപോലെ മഴയുടെ തോതിൽ ഏറ്റക്കുറച്ചിലുകൾ വരുന്നു. വരൾച്ച, ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുകൽ, ഇതൊക്കെയാണ് എന്തിൻ്റെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്ന് പറയുന്നത്. അനിയന്ത്രിതമായ പ്രകൃതി വിഭവങ്ങളുടെ ഉപയോഗവും അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളും ഭൂമിയുടെ നിലനിൽപ്പിനെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം നോക്കിയേ, വാഹനങ്ങളുടെ പൊടിപടലം, വാഹനങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗം, അതായത് വാഹന മലിനീകരണം, നമ്മുടെ മരങ്ങളെല്ലാം വെട്ടി നശിപ്പിക്കുക, ഇനി പ്ലാസ്റ്റിക് കത്തിക്കുക, അതുപോലെ പുക, ഫാക്ടറിയിൽ നിന്നുള്ള പുകകൾ, ഇതൊക്കെ വിഷം, കീടനാശിനി പ്രയോഗം, ഇതൊക്കെ അശാസ്ത്രീയമായ കാലാവസ്ഥാ പ്രതികൂലങ്ങൾക്ക് കാരണമാണ്.
മനുഷ്യരുടെ അശാസ്ത്രീയമായ പല പ്രവർത്തനങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഇനി കാലാവസ്ഥാ വ്യതിയാനം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും പല വിധത്തിൽ ബാധിക്കുന്നുണ്ട്. പല ജീവജാലങ്ങളുടെയും വംശനാശത്തിനും ഇത് കാരണമാകുന്നു. പലപ്പോഴും കാലാവസ്ഥാ വ്യതിയാനം പ്രകൃതി ദുരന്തങ്ങൾക്ക് പോലും കാരണമാകാറുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനും പരിസ്ഥിതി സംരക്ഷണത്തിനുമായി കേരള സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട്. അപ്പോൾ ഇതിനുദാഹരണമാണ്, ഇങ്ങനെ ആവിഷ്കരിക്കുന്ന പദ്ധതിക്ക് ഉദാഹരണമാണ് ഹരിത കേരളം മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഹരിത കേരളം മിഷൻ എന്ന് നമുക്ക് നോക്കാം. മണ്ണ്, ജലസംരക്ഷണം, ശുചിത്വം, മാലിന്യ സംസ്കരണം, ജൈവകൃഷി എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹരിത കേരളം മിഷൻ എന്ന് പറയുന്നത്. ഹരിത കർമ്മസേന, പച്ചത്തുരുത്ത് തുടങ്ങിയവ ഹരിത കേരളം മിഷന്റെ ശ്രദ്ധേയമായ കർമ്മ പരിപാടികളാണ്. അപ്പോൾ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഹരിത കേരളം മിഷൻ എന്ന് പറയുന്നത്. മണ്ണ് സംരക്ഷണം, ജലസംരക്ഷണം, ശുചിത്വം, മാലിന്യ സംസ്കരണം, ജൈവകൃഷി എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള സർക്കാർ പദ്ധതികളാണ് ഇവിടെ നടപ്പിലാക്കി വരുന്നത്. അപ്പോൾ ഹരിത കേരളം മിഷന്റെ കീഴിലുള്ള പദ്ധതി പ്രവർത്തകരാണ് ഏതൊക്കെയാണ്? ഹരിത കർമ്മസേന, പച്ചത്തുരുത്ത് തുടങ്ങിയവ. ഇനി നാം അധിവസിക്കുന്ന മനോഹരമായ ഭൂമിയും അതിലെ വിഭവങ്ങളും വരും തലമുറയ്ക്ക് കൂടി അവകാശപ്പെട്ടതാണ്. അതിനാൽ എന്ത് ചെയ്യണം? ഇന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്ന പ്രകൃതി വിഭവങ്ങൾ കരുതലോടെ ഉപയോഗിക്കാൻ നാം ബാധ്യസ്ഥരാണ്. പ്രകൃതിയുമായി ഇണങ്ങി ജീവിച്ചുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം എന്ന വൻ വിപത്തിനെതിരെ നമുക്ക് ഒന്നിച്ച് പോരാടാം. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിനായി പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണത്. പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് തന്നെ ആരംഭിക്കാം. അപ്പോൾ എന്തൊക്കെയാണ് പരിസ്ഥിതി മലിനീകരണത്തിന് അല്ലെങ്കിൽ പരിസ്ഥിതിയുടെ സംരക്ഷണത്തിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുക. പിന്നെന്താണ്? വനനശീകരണം തടയുക, പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, ജൈവവള പ്രയോഗം അല്ലെങ്കിൽ ജൈവവള ഉപയോഗം വർദ്ധിപ്പിക്കുക. ഇതൊക്കെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രക്രിയകളാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു.